വബറകാത്ത്. വിദ്യാർത്ഥികളെ, നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉഷാറായി ക്ലാസ് എടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ആസിഫ. ഇനി എന്താണ് ബഅദ നൂഹിൻ. നൂഹ് നബിയുടെ ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൂഹ് നബിയുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. ഇനി നൂഹ് നബിയുടെ ശേഷമുള്ള ഒരു സമുദായത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഹിസ്റ്ററിയാണ്, അതിൻ്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്നാമത്തെ പാഠം ബഅദ നൂഹി, നൂഹ് നബിയുടെ ശേഷം. ബാറക്കല്ലാഹു ഫീ ദുരിയത്തി നൂഹിൻ വന്തശറത് ഫിൽ അർള് വകാന മിൻഹാ ഉമ്മത്തുൻ യുഖാലു ലഹാ ആദ് വകാനു റിജാലൻ അഖ്വിയാ അജ്സാമുഹാ കഅന്നഹാ മിൻ ഹദീദിൻ യഅലബൂന കുല്ല വാഹിദൻ ولا يألب ولا يألبوهم أحد ولا يخافون أحدا ويخافهم كل أحد وبارك الله لعاد في كل شيء فقالت إبل عاد وأنمها تملأ الوادي. അപ്പം ബാറക്കല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകി ഫീ ദുരിയത്തി നൂഹിൻ, നൂഹ് നബിയുടെ പരമ്പരയിൽ മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകി. ഫന്തശറത് ഫിൽ അർള്, ഫന്തശറത് ഫിൽ അർള്, ഫന്തശറത്ത് അതെന്തായി, അങ്ങനെ മൂപ്പരുടെ നൂഹ് നബിയുടെ മക്കളെന്തായി വ്യാപിച്ചു. ഫിൽ അർള്, ഭൂമിയിൽ അവർ പരന്നു, അവർ വ്യാപിച്ചു. വകാന മിൻഹാ, അവരിൽ നിന്ന് സമൂഹത്തിൻ ഉമ്മത്തുൻ യുഖാലു ലഹാ ആദൻ. വകാന മിൻഹാ ഉമ്മത്തുൻ, അവരിൽ നിന്നുള്ളൊരു ഒരു ഉമ്മത്തിന് യുഖാലു ഉണ്ട്, അവരിൽ നിന്നൊരു ഉമ്മത്തുണ്ടായിരുന്നു. യുഖാലുഹ, അവർക്ക് പറയപ്പെട്ടിരുന്നു ആദുൻ, ആദ് സമൂഹം എന്നാണ് അവരുടെ വിളിച്ചിരുന്നത്. അവരുടെ വിളിക്കപ്പെട്ട പേര് ആദ് സമൂഹം എന്നായിരുന്നു. വക്കാനു, അവരായിരുന്നു റിജാലൻ അഖ്വിയ, റിജാലൻ പുരുഷന്മാരായിരുന്നു, അഖ്വിയായ നല്ല മല്ലന്മാരായ നല്ല ശക്തന്മാരായ മനുഷ്യന്മാരായിരുന്നു. അജ്സാമുഹും, അവരുടെ ശരീരങ്ങളായിരുന്നു, അവരുടെ തടികളായിരുന്നു. കഅന്നഹാ മിൻ ഹദീദിൻ, കഅന്നഹാ മിൻ ഹദീദിൻ, അത് ഇരുമ്പ് പോലെ, ഇരുമ്പ് ദണ്ട് പോലെ ആയിരുന്നു, ഇരുമ്പ് പോലെയായിരുന്നു അവരുടെ ശരീരം. അതായത് നല്ല ശക്തി മല്ലന്മാരായിരുന്നു. യഅലിബൂന കുല്ലു വാഹിദിൻ, എല്ലാവരുടെ മേലും അവർ അതിജയിക്കുക. വലബ അലിബൂന, അതിജയിക്കുക, അതായത് അവർ മല്ലിടും, അവർ ജയിക്കും. കുല്ലു വാഹിദിൻ, എല്ലാ ഓരോരുത്തരുടെ മേലും അവർ ജയിക്കും. വലാ യഅലബുഹും അഹദൻ, അവരെ കൊണ്ട് ആരും അതിജയിക്കുകയില്ല. അവരുടെ ആരും കളിച്ച് ജയിക്കുക, അവരുടെ തല്ലിലൂടെ ജയിക്കില്ല, അവരെ മറിച്ചിടാൻ സാധിക്കില്ല. അവർ അത്രയും ശക്തന്മാരായിരുന്നു. അതായത് അവരുടെ തടി ശരീരമൊക്കെ എന്തായിരുന്നു, ഇരുമ്പിനാലുള്ളത് കാരണത്താൽ അവർ നല്ല മല്ലന്മാരായിരുന്നു. വലാ യഖാഫൂന അഹദൻ വയഖാഫുഹും കുല്ലു അഹദൻ, വലാ യഖാഫൂന അഹദൻ, അവർ ആരെയും പേടിക്കുകയില്ല. അഹദൻ, ഒരാളെയും അവർ പേടിക്കുകയില്ല. വയഖാഫുഹും, അവരെ പേടിക്കും. കുല്ലു അഹദൻ, എല്ലാ ഓരോരുത്തരും അവരെ പേടിക്കുന്നതാണ്. വബാറക്കല്ലാഹു, അല്ലാഹു ബറക്കത്ത് നൽകി ആദ് സമൂഹത്തിന് ഫീ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകി. ഫകാനത്ത് ഇബ്ലു ആദിൻ, ഫകാനത്ത് ആയിരുന്നു ഇബ്ലു ആദിൻ, ആദ് നബിയുടെ ഒട്ടകമായിരുന്നു. ആബ് വനമുഹ, അവരുടെ മൃഗങ്ങൾ, അവരുടെ മൃഗങ്ങളുണ്ടാവില്ലേ, അതൊക്കെ ആയിരുന്നു. തംലഉൽ വാദി, വാദി ഫുള്ള് നിറഞ്ഞു നിൽക്കും. അതായത് നല്ല പഠിച്ചപ്പോൾ അവർക്ക് നല്ലോണം മൃഗങ്ങളെയും വനം, ആട്, മാട്, ഒട്ടകം, ഈ സാധനങ്ങളൊക്കെ നല്ലോണം അല്ലാഹു തആല നൽകി. അതായത് അതിലൊക്കെ അല്ലാഹു നല്ല ബറക്കത്ത് നൽകി. ഒരു വാദിയുടെ തായ്വര, ഒരു തായ്വരയിലൊക്കെ നിറഞ്ഞു നിൽക്കും. അത്രയും മൃഗങ്ങളൊക്കെ അവരെ കൂട്ടം അല്ലാഹു അവർക്ക് നൽകിയിരുന്നു. വകാനത്ത് ഖൈലു ആദിൻ, ആദ് നബിയുടെ കഴുതകളായിരുന്നു. തംലഉൽ മൈദാൻ, മൈദാൻ നിറയും. അതായത് അത് അത്ര തോന്നുന്നുണ്ട്. തംലു നിറയും അൽ മൈദാൻ, മൈദാൻ ഗ്രൗണ്ട് മൊത്തം നിറയും. അത്രയും തോല എന്തുണ്ടായിരുന്നു, ഖൈല് എന്തുണ്ടായിരുന്നു. വക്കാനത്ത് ഔലാദു ആദിൻ, ആദ് നബിയുടെ മക്കളായിരുന്നു. തംലഉൽ ബുയൂത്ത, വീടുകൾ നിറയും. അതായത് അത്രയും തോനെ മനുഷ്യന്മാർ, തോനെ മക്കളൊക്കെ ഉള്ള ആളുകളായിരുന്നു അവർ.
വൈദാ ഹറജത്ത് ഇബുലാദിൻ ഇനിയെങ്ങാനും വൈദാ ഹറജത്ത് പുറപ്പെട്ടാൽ ഇബുലാദിൻ ആദ് നബിയുടെ ആദ് സമൂഹത്തിൻ്റെ ഒട്ടകങ്ങൾ പുറപ്പെട്ട അവരുടെ വനമുകളൊക്കെ പുറപ്പെട്ടാൽ, അതായത് അവരുടെ ആടുമാട് ഒട്ടകങ്ങളൊക്കെ പുറപ്പെട്ടാൽ ഇതൽ മറഹ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ടാൽ കാനലഹ മന്ദറുൻ ജമീലുൻ ജിദ്ദ കാനലഹ അതിനായിരുന്നു മന്ദറും നല്ല കാഴ്ചയായിരുന്നു, ജമീലുൻ ഭംഗിയുള്ള ജിദ്ദന വളരെ വളരെ ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അവരുടെ മൃഗങ്ങളെയൊക്കെ മേക്കാൻ വേണ്ടി മേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് നിറഞ്ഞു നിൽക്കും സ്ഥലം. ആ കാഴ്ച വളരെയധികം സന്തോഷകരമായി നല്ല ഭംഗിയുള്ളതായിരുന്നു. വൈദാ ഹറദിൽ അത്ഫാലു കുട്ടികൾ പുറപ്പെട്ടാൽ ഫിസബാഹി രാവിലെ എൽ അബൂന കളിക്കാൻ വേണ്ടി കാനലഹും മന്ദറും ജമീൻ ജിദ്ദ അവർ കുട്ടികൾ കാനലഹും അതായിരുന്നു ആ പുറപ്പെടലായിരുന്നു. മന്ദറും ജമീൻ ജിദ്ദ വളരെ നല്ല ഭംഗിയുള്ള കാണാൻ നല്ല രസമുള്ള ഇതായിരുന്നു. അതായത് ആ കുട്ടികൾ നിറച്ച് കുട്ടികളുണ്ടാവും. ചിലപ്പോൾ ഒരു കളിക്കാൻ പോകുന്നത് വരെ നല്ല രസമായിരുന്നു. വക്കാനത്ത് അർളു ആദിൻ അത് സമൂഹത്തിൻ്റെ ഭൂമിയായിരുന്നു. കദാലിക അർളുൻ ജമീഅത്തുൻ ഹളറാ വക്കാനത്ത് അർളു ആദിൻ അത് സമൂഹത്തിൻ്റെ ഭൂമിയായിരുന്നു. കദാലിക അപ്രകാരത്തിനായിരുന്നു വളരെ ഭംഗിയുള്ളതായിരുന്നു. അർളൻ ജമീലത്തൻ വളരെയധികം ഭംഗിയുള്ളതായിരുന്നു. അർളൻ എന്ന് പറഞ്ഞാൽ ഭൂമി, ജമീലത്തൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള, ഹളറ എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പിനാൽ നല്ല ഭംഗിയുള്ള, ഫിഹ ആ ഭൂമിയിലുണ്ടായിരുന്നു ബസാത്തിരൻ കുറേ പൂന്തോട്ടങ്ങളുണ്ടായിരുന്നു, ഓയുൻ അരുവികളുണ്ടായിരുന്നു. ഖസീർത്തും വളരെയധികം അരുവികളും പൂന്തോട്ടങ്ങളും നിറഞ്ഞ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള ഭൂമിയായിരുന്നു അവരുടേത്. ഓക്കെ, ഇനി അടുത്ത പാഠം കുഫ്റാനു ആദിൻ അത് സമൂഹത്തിൻ്റെ കുഫ്രിയത്ത് ഇനി പുറപ്പെടും. അതിങ്ങനെ പൊട്ടി വരികയാണ്. വലാക്കിൻ്റെ പക്ഷെ ആദൻ ആ സമം ലം യഷ്കുറുല്ലാഹ അലാ ഹാദിഹി നിഅമി കസീറതൻ വനസിയത ആദുൻ ഖിസ്സത തൂഫാൻ അല്ലതി സമയൂഹാ മിൻ അബാഹിം വറഔ ആസാറുഹു ഫിൽ അർള് വനസൂ ലിമാദാ അർസലല്ലാഹു തൂഫാന അലാ ഉമ്മത്തി നൂഹിൻ വസാറു യഅ്ബുദൂനൽ അസ്ലാമ കമാ കാനത്ത് ഉമ്മത്തു നൂഹിൻ തഅബ്ബുദുൽ അസ്നാം. വലാക്കിന്ന പക്ഷേ ആദ് സമൂഹമായിരുന്നു ലം യഷ്കുറുല്ലാഹ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നന്ദി ചെയ്തില്ല. അലാ ഹാദിഹി നിഅമി ഈ നിഅമത്തുകളുടെ മേൽ ഹാദിഹി നിഅമി ഈ നിഅമത്തുകളുടെ മേൽ, അതായത് അവരുടെ ഭൂമിക്ക് അവർക്ക് നല്ല നിറച്ച് വ്യാപാരം നൽകി, നിറയെ മക്കളെ നൽകി, നല്ല മൃഗങ്ങളെ നൽകി, നിറയെ നല്ല നല്ല ഭൂമിയിലൊക്കെ നല്ല പച്ചപ്പ്, നല്ല ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഫലപുഷ്ടിയുള്ള ഭൂമിയാക്കി. ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകളെന്നും അവരെന്തായാലും ശുക്ർ ചെയ്തില്ല. അലാ ഹാദിഹി നിഅമിൽ കസീറ ഈ വളരെയധികം ധാരാളമുള്ള നിഅമത്തുകൾക്കൊന്നും അവർ ശുക്ർ ചെയ്തില്ല. വനസിയത്ത് ആദ് നബി സമൂഹം മറന്നു കിസ്സത്ത് തൂഫാൻ ആദ് സമൂഹം മറന്നു കിസ്സത്ത് തൂഫാൻ്റെ കഥ ആദ്യ സമൂഹം മറന്നുപോയി. അതായത് തൂഫാൻ്റെ കിസ്സ, ഇതിന് മുമ്പത്തെ സമൂഹത്തിന് തൂഫാൻ പറഞ്ഞാൽ നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ പോലും മറന്നുപോയി. അല്ലത്തി എങ്ങനെ സമീഹ ആ സംഭവങ്ങളൊക്കെ അവർ കേട്ടു, വെള്ളപ്പൊക്കമൊക്കെ കേട്ടു. പിന്നെ ആബാഹിം അവരുടെ ഉപ്പമാരുടെ അവരുടെ പ്രപിതാക്കളിൽ നിന്ന് അവർ അതൊക്കെ കേട്ടിരുന്നു. പക്ഷെ ആ കഥകളൊക്കെ അവർ മറന്നുപോയി. ആസാറഹു ഫിൽ അർള് അവർ കണ്ടിരുന്നു. ആസാറഹു ആ തൂഫാനിൻ്റെ അടയാളങ്ങളൊക്കെ അവർ കണ്ടിരുന്നു. ഫിൽ അർള് ഭൂമിയിൽ അവരുടെ ഭൂമിയിൽ ആ സാധനം അതിൻ്റെ അടയാളങ്ങളൊക്കെ അവർ കണ്ടിരുന്നു. എന്നിട്ട് പോലും അവർ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ മറന്നുപോയി. വനസു അവർ മറന്നു. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് ആ തൂഫാനിനെ, അതായത് വെള്ളപ്പൊക്കത്ത് അലാ ഉമ്മത്തി നൂഹ് നബിയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് വെള്ളപ്പൊക്കം അയച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മറന്നുപോയി.
അതായത് നൂഹ് നബിയുടെ സമൂഹത്തിന് അവർ എതിർത്തപ്പോൾ അവർ അള്ളാഹു ശുക്ർ ചെയ്ത് അവർ ബിംബാരങ്ങൾ ആരാധനായാലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് എന്തയച്ചു? തൂഫാൻ പറഞ്ഞിട്ടുള്ള ഒരു ശിക്ഷ അയച്ചു. ഈ തൂഫാൻ ശിക്ഷ എന്തിനാണ് വന്നത് പോലും അവർ മറന്നുപോയി. വസാറു അവരായി അബ്ദുൽ അസ്നാമ ആ ബിംബാരാധന അബ്ദുൽ ആരാധിക്കുന്ന അസ്നാമ ബിംബങ്ങളെ കമാകാനത്ത് ഉമ്മത്ത് നൂഹ് നബിയുടെ ഉമ്മത്തി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇവരും എന്തായി നൂഹ് നബിയുടെ അവരും ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അബ്ദുൽ അസ്നാമ ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. വക്കാനു അവരായിരുന്നു ആരായിരുന്നു? സമൂഹമായിരുന്നു. എനഹത്തുൽ അസ്നാമ എനഹത്തുന അവർ സമമാക്കും, അതായത് നല്ല ഉഷാറായിട്ട് സമമാകും. മിനൽ ഹിജാറത്തി കല്ലിനാൽ ബിംബങ്ങൾ നല്ല കല്ലിനാൽ കൊത്തി വെച്ചിട്ട് നല്ല എനഹത്തുന നല്ല മിടുപ്പും നല്ല സമമായിട്ട് അവർ ബിംബങ്ങൾ ഉണ്ടാക്കുന്നു. ബി ഐദീം അവരുടെ കൈകൾ കൊണ്ട്. സുമ്മ അവർ പിന്നെ എസ്തുദൂനലഹ ആ കല്ല് കൊണ്ടുള്ള ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നു. വൈ അബ്ദൂനഹ അവർ ആ ബിംബങ്ങളെ ആരാധിക്കുന്നു. വക്കാനു അവരായിരുന്നു യസ്അലൂനഹ അവരോട് ആ കല്ലുകളായിട്ടുള്ള ബിംബങ്ങളോട് ചോദിക്കും. ഹാജാതിയും അവരുടെ ആവശ്യങ്ങളെയും വയദൂനഹ അതിനോട് ഇവർ ദുആ ചെയ്യും. വയദ്ബഹൂനലഹ ആ ബിംബങ്ങൾക്ക് വേണ്ടി അവർ അറക്കും, അതായത് സബ്ഹ് അറവ്, അവർ കുറേ മൃഗങ്ങളെയൊക്കെ ബലിയറക്കും. വകാനു അവരായിരുന്നു അലാസരി ഉമ്മത്തി നൂഹ് നബിയുടെ സമൂഹത്തിന് പേച്ചുമാരുള്ള അടയാളങ്ങളുടെ മേൽ അവരിങ്ങനെ നടക്കുകയായിരുന്നു. വക്കാനത്ത് ഉക്കൂലുഹും അവരുടെ ബുദ്ധിയായിരുന്നു. ലാ തംനാഹും മിൻ ഇബാദത്തിൽ അസ്നാം അവരെ തടയുന്നില്ല. മിൻ ഇബാദത്തിൽ അസ്നാം ബിംബാരാധനകളെ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അവരുടെ ബുദ്ധി അവരുടെ ബിംബാരാധനയിൽ നിന്ന് തടയുന്നില്ല. ലാ തംനാഹും തടയുന്നില്ല മിൻ ഇബാദത്തിൽ അസ്നാം ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്. വക്കാനത്ത് ഉക്കൂലുഹും അവരുടെ ബുദ്ധിയായിരുന്നില്ല തഹദീം സന്മാർഗത്തിലേക്ക് നേരായ മാർഗത്തിലേക്കുള്ളതായിരുന്നില്ല. വക്കാനു ഉക്കലാ ഫിദ്ദുന്യ അവരായിരുന്നു ഉക്കലാ ബുദ്ധിമാന്മാരായിരുന്നു. ഫിദ്ദുന്യ ദുന്യായിൽ അഗ്ബിയാ ഫിദ്ദീൻ ദീനിൻ്റെ കാര്യത്തിൽ അവർ പൊട്ടന്മാരായിരുന്നു, മണ്ടന്മാരായിരുന്നു. അഗ്ബിയ അവരല്ല മരമണ്ടന്മാരായിരുന്നു. ദീനിൻ്റെ കാര്യത്തിൽ അവർ മരമണ്ടന്മാർ ആയിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് ഇതൊക്കെ നല്ല വൃത്തിയായി ഉഷാറായി പഠിച്ചു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.